ഇവിടെ യോഷി ഷെൻഷിയാണ് വിൻ ചെയ്തത് എന്ന് പറഞ്ഞ് കരയുമ്പോൾ അടുത്ത കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവളുടെ അമ്മ സമാധാനപ്പെടുത്തുന്നു. അപ്പോൾ യോഷിക്ക് സിനിമയിൽ പാടാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ജി വിളിക്കുകയാണ്. ഷെൻഷിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ജിക്ക് കിട്ടിയിട്ടുണ്ട്. യോഷിയെ വച്ച് ഷെൻഷിയെയും ഹുവാങ്ങിനെയും പിടിക്കാൻ വേണ്ടിയാണ്. ശേഷം ഷെൻഷിയും ഹുവാങ്ങും ഓഫീസിലുള്ള ടൈമിൽ ഹുവാങ്ങിന്റെ പിയോ വന്ന് ഷെൻഷിയുടെ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് കേട്ടപ്പാടെ അവൾ ഞാനിവിടെ ഉള്ള കാര്യം അറിയണ്ടെന്ന് പറഞ്ഞ് ടേബിളിന്റെ അടിയിൽ പോയി ഒളിക്കുന്നു. ടാനായിരിക്കും വന്നിരിക്കുന്നത്. അവൻ വന്നത് ഹുവാങ് ഷെൻഷിയുമായിട്ടുള്ള വിവാഹം ചെയ്ത കാര്യം അറിഞ്ഞതിനാൽ വീട്ടിൽ വന്ന് മുത്തശ്ശനോട് പറയണമെന്ന് പറയുമ്പോൾ ഷെൻഷി ഇതെല്ലാം ടേബിളിനടിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായി. ടാൻ പോയതിനു ശേഷം മുത്തശ്ശന്മാരെ കാണാൻ പോകാം എന്ന് കേട്ട സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിക്കുന്നു. അടുത്ത സീനിൽ ഹുവാങ് ഷെൻഷി മുത്തശ്ശനെ കാണാനായി വരികയാണ്. ഷെൻഷിയെ കണ്ടപാടെ ഒത്തിരി ഇഷ്ടമാവുകയും എടി കൊച്ചെ നിനക്കെങ്ങനെ ഈ മുതുക്കനെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. എന്നിട്ട് മുത്തശ്ശൻ അവരുടെ കുടുംബ പാരമ്പര്യ ബ്രേസ്ലെറ്റ് അവൾക്ക് കൊടുക്കുകയാണ്. ശേഷം ഷെൻഷിയുടെ മുത്തശ്ശനെ കാണാൻ പോകുന്നതിന് മുമ്പ് അവൾ ഹുവാനോട് എൻ്റെ മുത്തശ്ശൻ എന്തെങ്കിലും ചീത്ത പറയുമെങ്കിൽ ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു. ഞാനെന്തിനാ ദേഷ്യപ്പെടണം, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുമെന്ന് ഹീറോ പറയുകയാണ്. ഇവിടെ അവളുടെ മുത്തശ്ശനോട് ടാനും ഞാനും ഷെൻഷിയെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഷെൻഷിയും ഹുവാനും വരുന്നു. ഷെൻഷിയെ കണ്ടപാടെ മുത്തശ്ശൻ എല്ലാ ദേഷ്യം മാറി അവളോടുള്ള പണ്ടത്തെ സ്നേഹം കാണിക്കുകയും അവളോട് അകത്തേക്ക് പോകാനായി പറഞ്ഞ് നിന്റെ ഭർത്താവിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. മുത്തശ്ശൻ അവൾ ചെറിയ കുട്ടിയാണ്, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ചെറിയ കുട്ടിയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അവൾ പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷമായിരിക്കും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് കേട്ട മുത്തശ്ശന് ഹുവാങ്ങിനെ ഒരുപാട് ഇഷ്ടമാവുകയും അവളെ പൊന്നുപോലെ നോക്കണമെന്ന് പറയുന്നു. അടുത്ത ദിവസം ഷെൻഷി അവനു വേണ്ടി ഉണ്ടാക്കിയ ഫുഡെല്ലാം ഓഫീസിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഫുഡെന്ന് കേട്ടതും അന്നേ രാത്രി ഡിന്നറിനായി ഞാൻ റെഡിയാക്കാം എന്ന് പറയുമ്പോൾ അവർ രണ്ടേരും ഷോപ്പിങ്ങിനായി പോകുന്നു. ഷോപ്പിങ്ങിൽ വെച്ച് ഷെൻഷിയുടെ മുത്തശ്ശൻ ഹുവാങ്ങിനെ ഒത്തിരി ഇഷ്ടമായെന്ന് പറയുകയാണ്. ശേഷം ഓഫീസിൽ ഹുവാങ്ങിന്റെ പിയോ അവന്റെ ഫോൺ നോക്കി ാണ് എന്താണ് ഇത്ര ചിരിക്കാനെന്ന് പറഞ്ഞ് ഹുവാങ് ചോദിക്കുമ്പോൾ ഷെൻഷി അവനു വേണ്ടി ഉണ്ടാക്കിയ ഫുഡെല്ലാം ഓരോ ചാർട്ടായിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ ലില്ലി നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി കിമ്മിനെ ഇടിക്കുന്നു. എന്നാൽ രണ്ടുപേരുടെയും ഫോൺ ഒരേപോലെ ആയതിനാൽ ലില്ലിയുടെ ഫോൺ കിമ്മിന്റെ കയ്യിലും കിമ്മിന്റെ ഫോൺ ലില്ലിയുടെയും അടുത്തേക്ക് പോവുകയാണ്. അതിനാൽ കിമ്മ് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അവൻ ഫോൺ മാറിപ്പോയെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ഹുവാങ് ഷെൻഷിക്ക് പിയാനോല വാങ്ങിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ഷെൻഷിക്ക് ഒരുപാട് ഹാപ്പി ആവുന്നു. ഈ സീൻ കഴിഞ്ഞ് യോഷി ജീനെ കാണാൻ വരുമ്പോൾ ജി ഷെൻഷിയുടെ കാര്യം യോഷിയോട് പറഞ്ഞു. അവളിപ്പോൾ വിവാഹം കഴിഞ്ഞ് ഹാപ്പി ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിനക്ക് അവളുടെ നാശമല്ലേ കാണേണ്ടത്, എനിക്ക് ഹുവാങ്ങിനെ വേണം. അവർ തമ്മിൽ പിരിക്കാനായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് യോഷിയോട് പറയുന്നു. യോഷി അതിന് സമ്മതിക്കുകയാണ്. ഇവിടെ കിമ്മ് ലില്ലി കോൾ ചെയ്യുകയാണ്. ലില്ലി പറയുക എടാ മണ്ട, നീ എൻ്റെ ഫോൺ എടുത്തിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ നീയാണ് എൻ്റെ ഫോൺ മാറ്റിയെടുത്തത് എന്ന് പറയുമ്പോൾ ലില്ലി ഫോൺ കോളേജിൽ കൊണ്ടുവരാനായി പറയുന്നു. എന്നാൽ കിമ്മ് കോളേജിൽ ഫോൺ കൊണ്ടുവരാനായി വരുമ്പോൾ ഒരു ബൊക്കയുമായിട്ടാണ് വരുന്നത്. ലില്ലിയെ കണ്ട ഉടനെ മുത്തേ ഞാൻ എന്തോരം വെയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ലില്ലിക്ക് ദേഷ്യം വരികയും കിമ്മിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കിമ്മ് ഫ്ലവർ ബൊക്കൊക്കെ ലില്ലിക്ക് കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം കോളേജിലെ മറ്റ് സ്റ്റുഡൻസ് കാണുകയും ഇതെല്ലാം കണ്ട ലില്ലിക്ക് വേഗം തന്നെ ദേഷ്യം വരികയും അവളുടെ ഫോൺ വാങ്ങിച്ചിട്ട് പോകുന്നു. അന്ന് ലില്ലിയും ഷെൻഷിയും നിന്റെ ഭർത്താവിൻ്റെ അനിയൻ എന്നെ പ്രപ്പോസ് ചെയ്തെന്നും എൻ്റെ അച്ഛനോട് പറഞ്ഞ് അവനെ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നടന്നു പോകുന്ന വഴിയിൽ രണ്ട് തെമ്മാടികൾ അവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. തക്ക സമയത്ത് കിമ്മ് വന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഹെൽപ്പ് ചെയ്തതിന് കിമ്മിനോട് ഡിന്നർ വാങ്ങിത്തരാമെന്ന് പറയുമ്പോൾ കിമ്മ് നിങ്ങൾ ഉടനെ വീട്ടിൽ പോകാനായി പറഞ്ഞ് അവരെ വീട്ടിലേക്ക് അയക്കുന്നു. അവരെല്ലാവരും പോയതിനു ശേഷം യോഷി ഇതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ടായി. യോഷിയാണ് ഈ പ്ലാനെല്ലാം സെറ്റാക്കിയത്. ശേഷം ഹുവാങ് ബിസിനസ് കാര്യത്തിന് എബ്രോഡിലായിരിക്കും. അപ്പോൾ ഷെൻഷി ഹുവാങ്ങിനോട് ഇന്നുണ്ടായ സീനെല്ലാം പറയുമ്പോൾ അവൻ വലിയ കാര്യമാക്കാതെ കോള് കട്ട് ചെയ്യുകയാണ്. അടുത്ത ദിവസം ഷെൻഷി കണ്ണ് തുറന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത് ഹുവാങ് കിടന്നുറങ്ങുന്നത് കാണുന്നു. അവനെ കണ്ട ഉടനെ ഷെൻഷി ആകെ ഷോക്കാവുകയും അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇന്നലെ രാത്രി നടന്ന കാര്യം അവൾ അവനോട് പറയുമ്പോൾ എല്ലാം ഞാൻ അറിഞ്ഞു, കിം എല്ലാം എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു തെറ്റുമില്ല. ആ ഒരു തക്ക സമയത്ത് കിമ്മ് വന്ന് ഞങ്ങളെ രക്ഷിച്ചതല്ലേ.